ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രാറ്റ്ബുക്ക് ഐലൻഡ് കറങ്ങാനായിട്ട് പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചക്കത്തേനുള്ള ഫുഡൊക്കെ എടുത്തു, വെള്ളം എടുത്തു, ഇത്രയൊക്കെ എടുത്തുള്ളൂ. പിന്നെ എല്ലാം പെട്ടെന്നുള്ള തീരുമാനവും തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ഇന്നലെ രാത്രി വിചാരിച്ചു എന്നാൽ ഒന്ന് പോയേക്കാം. കുറേ നാളായി ഇവിടെ ഈ ഐലൻഡ് ഒന്ന് കാണാൻ പോകണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെങ്കിലും നമ്മുടെ യൂണിത്തിരക്കും ജോലിത്തിരക്കും കാരണം ഒന്നും നടക്കാറില്ലാത്തതുകൊണ്ട് ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ചുമ്മാ ഇരിക്കുക, ഇറങ്ങിയേക്കാം എന്ന് വെച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ബസ് കയറണം, ബസ്സിൽ നിന്ന് പിന്നെ നമ്മൾ ട്രെയിൻ പിടിക്കണം. ട്രെയിൻ എടുത്ത് നമ്മൾ ക്ലീവ്ലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് എന്തോ സീലിംഗോ അങ്ങനെ എന്തോ ഒരു ഫെറി സർവീസ് ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ വീക്ഷണകോണത്തിൽ കൂടെ കണ്ടെത്തിയത്. എങ്ങനെ അതിൻ്റെ പരിപാടി എന്നൊന്നും നമുക്കറിയത്തില്ല, നമ്മളാരോടും ചോദിച്ചൊന്നുമില്ല. ചോദിക്കാനായിട്ട് ആരും അറിയത്തില്ല നമ്മൾ പോയത്, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ നിന്നില്ല. വരുന്നത് പറ്റേ, എവിടെയെങ്കിലും എത്തുമല്ലോ. അവിടെ പോയില്ലെങ്കിൽ നമ്മൾ ഏതായാലും ഇറങ്ങിയതാണ്, ബാഗിൽ നിന്ന് പെട്ടിയും തൂക്കി എവിടെയെങ്കിലും പോകും, നമ്മൾ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. പണിപാളിയ ഗായ്സ്, പെട്ടെന്ന് ഇറങ്ങിയത് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിലല്ലായിരുന്നു. ആരും ബസ് സ്റ്റോപ്പ് ഞെക്കാഞ്ഞുകൊണ്ട് ഞാൻ ചാടി ഞെക്കി വണ്ടി നിർത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പായിരുന്നു നമ്മൾ ഇറങ്ങേണ്ടത്. അറിയില്ല, ഒരു 500 മീറ്റർ നടന്നാൽ മതി. നമ്മളതുകൊണ്ട് ഇനിയും ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നു. ഹായ് ബുള്ളറ്റ്, വേണ്ട ഗായ്സ്, ബുള്ളറ്റ് 500 ഇരിക്കുന്നു. ഇതുണ്ടോ ഗായ്സ്, ഇന്ന് വേണ്ട ഇതുവഴി ഈ സൈക്കിൾ ട്രാക്കിൽ കൂടെ എത്ര സൈക്കിൾ ഇന്ന് പോയിട്ടുണ്ട്, ഈ വർഷം എത്ര പോയിട്ടുണ്ട് എന്നാണ് എഴുതിയേക്കുന്നത്. ഇന്ന് ഇതുവഴി 159, ഈ വർഷം ഇതുവരെ 2 ലക്ഷത്തി ചില്ലാന സൈക്കിളുമാണ് ഈ ട്രാക്കിൽ കൂടെ ആൾക്കാർ ഓടിച്ചു പോയേക്കുന്നത്. ഗായ്സ്, നമ്മളാണെങ്കിൽ ഒരു ഫ്രണ്ടിനോട് എങ്ങനെയാണ് സ്ട്രാറ്റ്ബുക്ക് ഐലൻഡ് പോകണമെന്നൊക്കെ ചോദിക്കാനായിട്ട് മെസ്സേജ് അയച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ പറഞ്ഞു ആൾ പോയിട്ട് കുറേ നാളായി, എന്നാൽ പിന്നെ ആളും വരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും ആൾ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആളിപ്പോൾ അവിടെ എത്തിയാലും ഞാൻ എത്തുമില്ലെന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിക്കാരി ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുന്നു, എന്നോട് പറഞ്ഞ് ഇറങ്ങുവാണ്, 1/2 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന്. ഞാൻ വേണ്ടേ ഇനി ഇവിടെ ഒന്ന് ട്രെയിൻ പിടിച്ച് അവിടെ ഇറങ്ങി 3/4 മണിക്കൂർ എടുക്കും. ഇപ്പോൾ എന്താണെങ്കിലും ലാഭമായി, നമുക്ക് ഒരു ഗൈഡിനെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ കൂടുതൽ റിസർച്ച് നടത്തേണ്ട ആവശ്യമില്ല. ഗായ്സ്, പണി വീണ്ടും പാലുവെള്ളത്തിൽ കിട്ടി. വേണ്ട റെയിൽ സ്റ്റേഷൻ അടച്ചിട്ടേക്കുന്നു. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. ഗായ്സ്, നമ്മൾ മറ്റേ ഫ്രണ്ടുള്ളത് എന്തുകൊണ്ടും രക്ഷപ്പെട്ടു. അപ്പം ഇതിപ്പോൾ പറഞ്ഞപ്പം ആൾ പറഞ്ഞു എന്നാൽ ഇവിടെ ഒന്ന് ചെല്ലുന്ന മറ്റേ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കൂ, അവിടെ ആൾ വന്ന് പിക്ക് ചെയ്യാമെന്ന്. അതിപ്പം നന്നായി, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അടുത്ത് അവിടെ നിന്നുള്ള ഇന്നത്തെ ഫെറി മിസ്സായേനെ. ഗൈസ്, നമ്മളങ്ങനെ ബസ് ഇറങ്ങി. ബസ് ഏതായാലും ഫ്രീ സർവീസ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് ഇവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ലൊക്കേഷൻ അയച്ചത്. ഇനിയും ഫ്രണ്ടിനെ തപ്പി പോവാണ്. ഗൈസ്, നമ്മളങ്ങനെ ഓടിച്ചെത്തി. 9:55 9:58 ഇവിടെ എത്തി. ഓടിപ്പോയി ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ വെയിറ്റിംഗ് ഫോർ ഫെറി. മൈ ഫ്രണ്ട്. ഇതാണ് നമ്മുടെ വാഹനം, പേടകം ആണെന്ന് തോന്നുന്നത്. ഇതാണോ ഇവരേ തോന്നും. എല്ലാവരും നടക്കുന്ന ഇടത്ത് കയറാം. മറ്റേ നല്ല കുറേ ഇഷ്ടം പോലെ ഫെറികൾ കിടപ്പുണ്ട്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ബോട്ടിൽ കയറിയിട്ട് പറയാം, അവിടെ തിരക്കാം. പക്ഷേ ഗായ്സ്, നമ്മളങ്ങനെ ലാസ്റ്റ് നിമിഷം ഫെറി കയറി. ഈ ഫെറി കിട്ടിയില്ലെങ്കിൽ ഇത് ഫെറി സർവീസ് ഓരോ മണിക്കൂർ ഇടവിട്ടാണുള്ളത്. അപ്പം 6:55 തുടങ്ങി, വൈകുന്നേരം 5:55 വരെ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കറക്റ്റ് 9:55 9:55 ആയപ്പോഴാണ് പാർക്കിങ്ങിലെത്തിയത്. പാർക്കിംഗ് കണ്ടുപിടിക്കാൻ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ വന്ന് പാർക്കിംഗ് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ട്രെയിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്ലീവ്ലൻഡ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഫെറി തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേ ഫ്രീ ബസ് സർവീസ് ഉണ്ട്. അപ്പം അതിൽ കയറി നമുക്ക് ഡയറക്റ്റ് ഇവിടെ എത്താൻ പറ്റും. ഇവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാവുന്നതാണ്, ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഒരാൾക്ക് റിട്ടേൺ ടിക്കറ്റ് $15 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഐ ഡി കാണിക്കേണ്ടി വരും. കാണിക്കാൻ ടിക്കറ്റ് എടുക്കുക, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പോകുന്ന വഴിയൊക്കെ വെയിൽസിനെ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. കാരണം ഇത് വെയിൽ വാച്ചിങ് സീസണാണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഇപ്പം ഭയങ്കര തണുപ്പാണ്. സോ ആൾക്കാർ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചില വാം ക്ലോത്ത്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം കാറ്റും ആകുമ്പോഴത്തേന് നല്ല തണുപ്പുണ്ട്. നമ്മൾ ഏതോ ഒരു ഐലൻഡ് എത്തി.
ഇവിടെ മിക്കവാറും ഐലൻഡാണെന്നാണ് തോന്നുന്നത്. അവിടെ എത്തുമ്പോൾ അറിയാം. ഇപ്പം നമ്മൾ ഒരു ഡോൾഫിനെ കണ്ട്, ഡോൾഫിൻ നേരെ ബോട്ടിൻ്റെ അടിയിലോട്ട് പോകുന്നുണ്ട്. ചാടുന്നൊന്നും കണ്ടില്ല. നമ്മുടെ സ്ഥലത്തെത്തി. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബോട്ട് അത്യാവശ്യം ഹൗസ്ഫുള്ളായിരുന്നു. മണിക്കൂറിൽ ഒരെണ്ണം അല്ലാണ്ട് വേറെ പ്രൈവറ്റ് സർവീസസും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ മണിക്കൂറിൽ 9:55 ഇതാണെന്ന് തോന്നുന്നു ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനം. സോ കറക്റ്റ് ടൈമിൽ എത്തുക. പാർക്കിംഗ് നേരത്തെ വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ടൈം കൂടെ മാനേജ് ചെയ്ത് എത്താൻ ശ്രമിക്കുക. നമ്മൾ ബോട്ടിൽ നിന്ന് ഫെറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റേഷനുണ്ട്. അവിടെ ഇവിടുത്തെ ഫ്ലാറ്റ് ബുക്ക് ഐലൻഡ് പോയിൻറ്റ് ലുക്കൗട്ടിലേക്കുള്ള ബസ് സർവീസ് ഉണ്ട്. അത് കറക്റ്റ് ഫെറിയുടെ ടൈം അനുസരിച്ചാണ്. 2 ബസ് വന്ന് നിർത്തിയിട്ടുണ്ട്. ട്രാൻസ്ലിങ്കിൻ്റെ ബസ് ആയതുകൊണ്ട് തന്നെ ഗോ കാർഡ് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇവിടെ ബസ്സിൽ കയറി. ബസ്സിലാണ് ഇനി പോയിൻറ്റ് ലുക്കൗട്ടിലേക്ക് പോകുന്നത്. ഫെറി ഓൾമോസ്റ്റ് ഒരു റഫ്ലി 30 മിനിറ്റ്സ് ഫെറി റൈഡായിരുന്നു ഉണ്ടായിരുന്നത്. ബസ് ടിക്കറ്റ് ഗോ കാർഡ് വെച്ചെടുക്കാൻ അവർ സമ്മതിച്ചില്ല. പക്ഷെങ്കിൽ നോർമൽ ടാപ്പ് ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ കാർഡ് വെച്ച് തന്നെയായിരുന്നു. ബട്ട് ഫെയർ സെയിമാണ്. നമ്മുടെ സാധാരണ ട്രാൻസ്ലിങ്ക് ബസ്സിൻ്റെ അതേ ഫെയർ തന്നെയാണ്. ഗോ കാർഡ് ടാപ്പിംഗ് മെഷീൻ ഇല്ലായിരുന്നു എന്നേ ഉള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിരത്തേണ്ട ആൾക്കാർ നിന്നൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കാണുന്നത്. സോ ഗായ്സ്, നമ്മൾ ബസ്സിൽ നിന്ന് പോയിൻറ്റ് ലുക്കൗട്ട് ഓവൽ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു അവിടെ വരെ പോകുന്നതിന് ആദ്യം ഇവിടെ ഇറങ്ങി. ഇവിടെ ഒരു ചെറിയൊരു ബീച്ചുണ്ട്. ഇവിടെ ഫുൾ ബീച്ചാണ്. അപ്പം ഇവിടെ ബീച്ചിലൊക്കെ പോയി അവിടെ നടന്ന് ലുക്കൗട്ടിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേട്ടപ്പോൾ അതൊരു നല്ല ഐഡിയ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങി. അപ്പം ബസ് കോസ്റ്റ് ആപ്പാടെ 2 പേർ കൂടെ ഇന്ന് ഫുൾ ഡേയിലേക്ക് $2 ആയത്. സോ സ്റ്റുഡൻസ് ടിക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പ്രൈസ് കിട്ടും. നമ്മൾ ബീച്ചിൽ പോകണം. നമ്മൾ സൺസ്ക്രീനൊക്കെ ഇടുകയാണ് ഗായ്സ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടുകയാണ്. പണ്ട് ആൻഡ്രൂ സൈമൺസ് ഒക്കെ പേസ്റ്റ് വെച്ച് ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുള്ള, അല്ലാണ്ട് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ല. ഹോം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ലുക്സ് നൈസ്. കട്ടിക്കൂടെ നടന്ന് പോകുന്നവരുണ്ട്. ഓ മൈ ഗോഡ്, വീഡിയോയിൽ അത് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. എന്തോ ഒരു സാധനം ചീറിപ്പഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. What was that? Probably a scrub turkey or maybe a big lizard. Oh, You see it? Yep. Oh yes, it is. The thing which we saw in like uni, the lace monitor one, I guess. Something like, it's similar, yeah. Oh my god, that's a... And the point, guys, this is beautiful. ഇതുപോലെ ഒരു ബീച്ചിലേക്ക് എൻ്റെ എൻട്രൻസ് ആദ്യമായിട്ടാണ്. ബെസ്റ്റ് എവർ ബീച്ച് എൻട്രൻസ് ഇൻ മൈ ലൈഫ്. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതുപോലെ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് ബീച്ചിലേക്ക് കയറാനായിട്ട്. വെള്ളം നല്ല ക്ലീൻ ആയതുകൊണ്ട് തന്നെ പിടിക്കേണ്ട ആവശ്യമില്ല. പറ്റും വെള്ളമേ ഉള്ളൂ. ഷോർട്സ് നനയത്തില്ല. ഇതാണ് ബീച്ച്. ഇതാണ് നമ്മുടെ ബീച്ച്. നമ്മൾ ഗോൾഡ് കോസ്റ്റിലൊന്നും പോകുന്നതല്ല, അത്ര ക്രൗഡഡൊന്നുമല്ല. അപ്പോൾ ഒരു എത്ര പേരുണ്ട് അറിഞ്ഞൂടാ. വിരളിൽ എണ്ണാവുന്ന പേരെന്ന് പറയുന്നില്ല. എന്നാലും അധികം ആൾക്കാരൊന്നുമില്ല. പീസാണ്, കാണാൻ അടിപൊളിയാണ്. വെള്ളത്തിൻ്റെ കളറൊക്കെ അലക്കിടിലാണ്. നേച്ചർ തന്നെ കിഡ്സ് പൂളും അഡൾട്ട് പൂളും ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെയാണ് ഇവിടെ. ഇത് ചെറിയ ഷാലോ വാട്ടർ. എന്നെപ്പോലെ വലിയ കാര്യമായിട്ട് നീന്തൽ അറിയാത്തൊക്കെ ഇവിടെ നീന്തി. ഇതെന്താണ് ഈ കളർ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വൈ ഇസ് ദ കളർ ലൈക്ക് ദിസ്? The tannins from like the tree. ഓക്കെ. സോ എന്തോ ട്രീസിൻ്റെ എന്തോ ടാനിൻസ് അങ്ങനെ എന്തോ സാധനം എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഞാനിവിടെ നീന്തും, നമ്മുടെ ഫ്രണ്ടും കടലിൽ നീന്തും. നമ്മൾ ഈ സൈഡിലേക്ക് എത്തിയപ്പോഴത്തേനും ഇവിടെ കുറച്ചുകൂടെ തിരക്കൊക്കെ ഉണ്ട്. മറ്റേ സൈഡിൽ ആരുമില്ലായിരുന്നു. ഇവിടെ ഡോഗ്സ് ഒന്നും അലൗഡല്ല. ഇവിടെ ഫുള്ളി ഹ്യൂമൻ സ്പേസ് ആണ്. ലൈഫ് അടക്കമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ നീന്താനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ആൾക്കാരുണ്ട് ഡിസ്കസ് ത്രോ ഇറങ്ങി കളിക്കുന്നു. നമുക്കും ഇവിടെ ഇറങ്ങി നോക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലൈഫ് അടക്കമുള്ളതല്ലേ. സോ കാര്യമായിട്ടൊന്നും പറ്റത്തില്ലായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കുറേ നേരം നമ്മൾ വെള്ളത്തിലൊക്കെ പോയി കളിച്ചു തിരിച്ചു വന്ന് ഇരിക്കുകയാണ്. നമ്മളപ്പം ബീച്ചിൽ നിന്ന് കയറി നമ്മൾ ഇനിയും ഈ പാറയെല്ലാം കടന്ന് ഇവിടെ മണ്ടക്കം കണ്ടാണ് ലുക്കൗട്ട്. അപ്പം
ആ ഫ്രണ്ടിന് ഇതുവഴി പോയി പരിചയമുള്ളതുകൊണ്ട് നമ്മൾ ഇതുവഴി നടന്ന് കയറാം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം നമ്മൾ മല കയറുന്നു, ലുക്കൗട്ടിലെത്തുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും വെള്ളത്തിൽ ചാടുന്നു. എൻ്റെ മച്ച, ഇതാണ് വ്യൂ. ഇതുപോലത്തെ ഒരു ബീച്ച് വ്യൂ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഗൈസ്, ഇത് കിടിലമാണ്. കിടിലം എന്ന് പറഞ്ഞ പോലെ കിടിലം. അപ്പം ഇതുപോലത്തെ ഒരു ബീച്ച് എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ നടന്ന് ബീച്ചിൻ്റെ ഒരു സൈഡിലെത്തി ഗൈസ്. ഇവിടെ തൊട്ട് അങ്ങോട്ട് ബീച്ചിൽ കൂടെ നടക്കാൻ പറ്റില്ല എന്നാണ് തോന്നണേ. ഇനി വേറെ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ച് കയറി പോകണമെന്നാണ് ഫ്രണ്ട് പറഞ്ഞത്. എനിക്ക് വെള്ളം എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ആ കളറും ഇതിൻ്റെ ആ ക്ലിയറായിട്ടുള്ള അതിൻ്റെ നേച്ചറൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ വേറെ രണ്ടുപേരും പറഞ്ഞ് ഇതിലെ ഇങ്ങനെ നടന്ന് ആ പാറയുടെ ഇപ്പുറത്തോടെ നടന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങെത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാറകൾ താണ്ടി വെള്ളം താണ്ടി പോവുകയാണ് ഗൈസ്. നമ്മളെ ബീച്ച് സൈഡിൽ നിന്ന് കയറി 2 സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലുക്കൗട്ടതാ നമ്മൾ സ്റ്റെപ്പ് നടന്ന് കയറി മേലിൽ ഇങ്ങനെ റോഡിനോട് ലെവലായിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലുക്കൗട്ട് പോയിൻ്റ് എത്തുമെന്നാണ് പറഞ്ഞത്. സോ ഗൈസ്, ഇതാണ് പോയിൻ്റ് ലുക്കൗട്ട്. ഭാഗ്യമുണ്ടെങ്കിൽ തിമിംഗലത്തെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവിടെ നിന്നപ്പോൾ 2-3 ഡോൾഫിൻ അവിടെ അങ്ങ് ദൂരെ ചാടുന്ന കണ്ടു. അല്ലാണ്ട് തിമിംഗലത്തെ ഒന്നും കാണാൻ പറ്റിയില്ല. ഭാഗ്യം വേണം. നമ്മൾ പോയിന്റ് ലുക്കൗട്ട് എത്തി. ഇനി ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ വീണ്ടും വെള്ളത്തിൽ ചാടാൻ പോകും. ഗൈസ്, അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു കങ്കരുവിനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല. 1, 2, 3 ഇവിടെ 3 ഉണ്ട്. Is it fine to go near them? Is there? This one's sleeping. Where? In the shade. Yeah. Magic kangaroos. ഇത് What is this place called? Gorge. The gorge, yeah. So, This is the gorge walk. നമ്മൾ ഇപ്പോൾ ഗോർജ് വോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതിങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോൾ നമ്മൾ കാണിക്കാതെ എന്തോ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ അടിപൊളി. ഇതൊക്കെ ക്യാമറയ്ക്കകത്ത് ഇതൊക്കെ എങ്ങനെ കാണും എന്നെനിക്ക് അറിഞ്ഞൂടെ. പക്ഷെങ്കിൽ നേരിട്ട് കാണാൻ ഇത് മാരകം. ഇതൊക്കെ വെള്ളമൊക്കെ എൻ്റെ പൊന്നോ. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാതിരിക്കുന്നത്? പൊന്നോ. ഗായ്സ്, നമ്മളിപ്പോൾ മെയിൻ ബീച്ചിലാണ്. മെയിൻ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ബീച്ചാണെന്നല്ല, ബീച്ചിൻ്റെ പേരാണ് മെയിൻ ബീച്ച്. അപ്പം ഞാൻ കുറച്ച് നേരം മെയിൻ ബീച്ചിൽ നോക്കാം. അങ്ങനെ നമ്മൾ 5 മണിയുടെ ഫെറി തിരിച്ച് കയറിയിരിക്കുകയാണ്. മെയിൻ ബീച്ചിൽ നിന്ന് തിരിച്ച് ബസ് പിടിച്ചു. എന്നിട്ട് ഫ്ലഡ് ബീച്ചിലെത്തി. ഫ്ലഡ് ബീച്ചിൽ നിന്ന് ഫെറി കയറി ഇവിടെ നിന്ന് 1 മണിക്കൂർ 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ബേവിലെത്തുന്നു. ബേവിലാൻഡിൽ നിന്ന് തിരിച്ച് വീണ്ടും വന്ന പോലെ
ബസ്സോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് തിരിച്ച് വീട്ടിലെത്തുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി കഥ. ആൻഡ് ഹൈലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചാടി വീടിന് ഒരു ദിവസം. അതിൻ്റെ ബാക്കിയുള്ള ബീച്ച് ഗോൾഡ് കോസ്റ്റിലൊന്നും പോകുന്നവരൊന്നുമില്ല, അത്രയും ക്രൗഡഡും അല്ല. എന്നാൽ വെള്ളത്തിൻ്റെ ഒക്കെ കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ നിൽക്കും എത്ര നേരം വേണമെങ്കിലും. അതുപോലാണ്. സോ ഒരു ദിവസം മുസ്ലിമുള്ളവർ തീർച്ചയായും വന്നിരിക്കുന്ന സ്ഥലം ഗോൾഡ് കോസ്റ്റ്. എവിടെ ഉള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും വന്നിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഓക്കെ, ബൈ.